കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 22 നമുക്കിനി ചെയ്യേണ്ടത്. അതിൽ എന്ന് കഴിഞ്ഞ് നമ്മൾ എന്ന് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വായിക്കാം. ജമാതി ചേർത്തൊരു പൊരുത്തം നിനയ്ക്കലുമി മിതജിതൻ്റെ നാമഗണമതിനിങ്ങു വേണ്ട ദൃഢം. ഒരു കോടി കോടി വക തിരുനാമമുള്ളവയിലരുതാത്തതില്ല. ഹരിനാരായണായ നമ. അപ്പോൾ ഒരു പ്രിഫേസ് പോലെ പറയട്ടെ. കാരണം പണ്ടൊക്കെ ഗുരുക്കൾ ശിഷ്യന്മാരെ മന്ത്രം ഉപദേശിക്കുമ്പോൾ അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യണ്ടില്ല എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വായിച്ചത്. അപ്പോൾ പണ്ടൊക്കെ പല ഗുരുക്കളും, എല്ലാവരും ഉണ്ടോ അറിയില്ല, ശിഷ്യന്മാരെ മന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങണതിൻ്റെ മുമ്പേ പിന്നെ പലതരത്തിലുള്ള പൊരുത്തങ്ങളെപ്പറ്റി നോക്കത്രേ. അതായത് ഈ ഉപാസകൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരവും മന്ത്രം പറയാൻ പോണ മന്ത്രത്തിൻ്റെ ആദ്യാക്ഷരവും ഒക്കെ എടുത്ത് അതിന് തമ്മിൽ പൊരുത്തങ്ങളൊക്കെ നോക്കാൻ എന്തൊക്കെയോ കണക്കുകളൊക്കെ ഉണ്ട്. സിദ്ധാരികോഷ്ടകം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ട്, നമുക്ക് ഡീറ്റെയിൽസൊന്നും വേണ്ട, അതറിയാൻ. അപ്പോൾ എന്താണ്, അങ്ങനെ നോക്കിയിട്ടാണ് മന്ത്രം ഉപദേശിക്കുക. അങ്ങനെ നോക്കിയിട്ട് ശിഷ്യൻ മന്ത്രം സ്വീകരിക്കുകയും പാടുള്ളൂ. അങ്ങനെയായാൽ ആ മന്ത്രം കൊണ്ട് സിദ്ധി വരുത്താൻ എളുപ്പമാണ് എന്നൊക്കെയാണ്. അങ്ങനെ തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആദ്യത്തെ 3 അക്ഷരത്തിനെ പറ്റി, അത് എളുന്ന് ജാന്നും മാന്നും ആ 3 അക്ഷരം കൊണ്ട് തുടങ്ങിയത്. എന്താ വെച്ചാൽ ആ 3 അക്ഷരം അതിലത്തെ ഒരു ഖണ്ഡം 16 ഖണ്ഡമായിട്ട് തിരിച്ചിട്ടുണ്ട് അത്ര, എല്ലാ അക്ഷരങ്ങളെയും കൂടിയിട്ടേ. ഈ 51 അക്ഷരങ്ങളെ 16 ഖണ്ഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഖണ്ഡത്തിൽ 3 എണ്ണമൊക്കെ വരും, ചിലതിൽ 4 വരെയായിരിക്കും. എന്തായാലും അതിലത്തെ ഒരു ഖണ്ഡത്തിൽ ഈ 3 അക്ഷരം അത്രയും വരിക. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു പേരും മന്ത്രം ഒന്നും പാടില്ല എന്നൊക്കെ ഉണ്ടത്രേ. അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അത് മറ്റേ ആ ഉപാസകൻ്റെ എന്തായാലും എളുന്നും ജാന്നും വെച്ചൊരു മന്ത്രവും തുടങ്ങണില്ല. മാന്ന് വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ആ ഉപാസകൻ്റെ പേരും ആദ്യത്തെ അക്ഷരവും ഇതൊക്കെ നോക്കണമെന്നോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണത്. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് അർത്ഥത്തിലേക്ക് പോവാം. ജമാതി വെച്ചാൽ ജമ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത്, അതായത് ഈ 51 അക്ഷരത്തിനെ ഖണ്ഡങ്ങളായി തിരിച്ചാൽ ഒരു ഖണ്ഡത്തിൽ ഈ 3 അക്ഷരമാണ് വരിക. അതൊക്കെ ചേർത്ത്, അതായത് പൊരുത്തമൊക്കെ എഴുതി, അതൊക്കെ ചേർത്ത് എഴുതി പൊരുത്തം, അതായത് മന്ത്രം സ്വീകരിക്കാനുള്ള പൊരുത്തം നോക്കുക, അതിനെയാണ് പൊരുത്തം എന്ന് പറഞ്ഞത്. അതായത് ഈ സിദ്ധാരികോഷ്ടത്തിലെ ഈ 3 അക്ഷരങ്ങളും മന്ത്രം ഉപദേശിക്കാനായിട്ട് നോക്കി കാണേണ്ട പൊരുത്തം, അതാണ് ചേർത്തൊരു പൊരുത്തം എന്ന് പറഞ്ഞത്. അത് ഈ ഉപാസകൻ്റെ പേരായിട്ട് അതിന് പൊരുത്തമുണ്ടോയെന്ന് നോക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക്. നിനക്കിലും ആലോചിച്ച് നോക്കിയാൽ അതുപോലും അജിതൻ്റെ, ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാന്റെ നാമഗണം അതിന്, അതായത് എത്രയോ നാമങ്ങളുണ്ട്, അനവധി അസംഖ്യം നാമങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നതിന് നാമഗണം അതിന്. അതായത് ഭഗവാന്റെ അസംഖ്യം നാമങ്ങളുണ്ട് അല്ലേ. വിഷ്ണു സഹസ്രനാമൊന്നുമല്ല, അത്ര നാമങ്ങളുണ്ട്. അങ്ങനെ ഉള്ള നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാനായിട്ട് വേണ്ട ദൃഢം, ആ ഒരു പൊരുത്തം നോക്കേണ്ടതില്ല, തീർച്ച എന്ന് പറയുകയാണ്. അതായത് നമുക്ക് നാമസങ്കീർത്തനം കൊണ്ട് ചിത്തശുദ്ധി വരുത്താനായിട്ട് ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ സിദ്ധാരികോഷ്ടത്തിൽ പറഞ്ഞ പൊരുത്തൊന്നും നോക്കണ്ട. അതിലത്തെ ഒരു ഖണ്ഡാണ് പറഞ്ഞല്ലോ, ജാമാന്ന്, അത് പൊരുത്തമുണ്ടോയെന്നൊന്നും നോക്കേണ്ട ഒരാവശ്യമില്ല.
പൊരുത്തം നോക്കണ്ട, തീർച്ച, ദൃഢം എന്ന് പറഞ്ഞു. 1,000,000,000 വകാചാലോ, കോടിക്കണക്കിന് അസംഖ്യം നാമങ്ങളുള്ളതിൽ തിരുനാമമുള്ളവയിൽ പ്രസിദ്ധമായിട്ടുള്ള ഭഗവൻ നാമങ്ങൾ തന്നെ കുറേ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അരുതാത്തതില്ല. പൊരുത്തമില്ലാത്തൊരു നാമം അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ഒരാളൊക്കെ മന്ത്രം ജപിച്ച് ചിത്തശുദ്ധി നേടാൻ പറ്റാത്തൊരു പേര് ഭഗവാനില്ല. എല്ലാ നാമങ്ങളും ഒരുപോലെ വിശേഷമാണെന്ന്. ഏത് നാമം എടുത്തിട്ടും ഒരു ഉപാസകൻ അതിനെ ഉപാസിച്ചാൽ ആ ആളൊക്കെ ചിത്തശുദ്ധി വരും. അതായത് ഇന്ന നാമം പാടില്ല ഒരാളൊക്കെ. ഭഗവാന്റെ എല്ലാ നാമങ്ങളും ദിവ്യമാണ്. ഏത് നാമം എടുത്താലും അരുതാത്തതില്ല, പൊരുത്തമില്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തത് അങ്ങനെ ഒരെണ്ണം ഇല്ല. എല്ലാം ദിവ്യം വിശേഷമാണെന്ന്. ഏത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് ചുരുക്കം. അങ്ങനെ തിരഞ്ഞെടുത്ത് നിരന്തര നാമസ്മരണം കൊണ്ട് എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവണേ, ഹരിനാരായണ നാമം. അപ്പോൾ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് മന്ത്രോപദേശത്തിന് മുമ്പ് ശിഷ്യൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരവും മന്ത്രത്തിൻ്റെ ആദ്യാക്ഷരവും തമ്മിലുള്ള പൊരുത്തമൊക്കെ നോക്കി ചില കണക്കുകൾ പ്രകാരം അവരൊക്കെ ഗണിച്ച് നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അക്ഷരങ്ങളെയൊക്കെ ഖണ്ഡങ്ങളാക്കി തിരിക്കും. എന്നിട്ട് അതിലത്തെ ഒരു ഖണ്ഡമാണെന്നൊക്കെ പറഞ്ഞുവല്ലോ നമ്മൾ, എളുജാമ. ആ അക്ഷരപ്പൊരുത്തം അങ്ങനെയല്ല, വേറെയും കുറേ പൊരുത്തങ്ങളുണ്ടെന്ന് ഞാൻ വായിച്ചു കേട്ടോ. അക്ഷരപ്പൊരുത്തം, നാൾ പൊരുത്തം, രാശിപ്പൊരുത്തം, ഇഷ്ടദേവതാ പൊരുത്തം, ഋണം പൊരുത്തം, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ നോക്കിയിരുന്നു പണ്ട്. അതൊക്കെ നോക്കി ഓരോ അക്ഷരങ്ങൾ ഏത് ഖണ്ഡത്തിലാണ് അനുസരിച്ചിട്ട് അങ്ങനെ നോക്കിയിരുന്നു. അത് കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ഈ സിദ്ധാരി കോഷ്ഠം എന്നൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ അതിലത്തെ 16 ഖണ്ഡത്തിലത്തെ ഒന്നാണ് പറഞ്ഞൂല്ലേ ഈ 3 അക്ഷരം. ഇത് സാധാരണ പറ്റില്ല, എടുക്കാറില്ല. പക്ഷേ ഭഗവത് നാമത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല. എല്ലാ ഭഗവത് നാമവും വിശേഷമാണ്, ദിവ്യമാണ്, ഒന്നും നോക്കേണ്ടതില്ല എന്ന്. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഭഗവത് നാമം ഭക്തിയോടുകൂടി ജപിക്കുക മാത്രമേ വേണ്ടൂ. ഇപ്പം നമുക്ക് കോടി കണക്കിലുള്ള നാമം കൂടി ഇരിക്കണ്ട. വിഷ്ണു സഹസ്രനാമത്തിലത്തെ ഒരു നാമം വേണ്ട, നമ്മളെപ്പോഴും കേൾക്കണം. നാരായണാന്നോ, അച്യുതാന്നോ, അനന്താന്നോ, ഗോവിന്ദാന്നോ, അല്ലേ? അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ രൂപ സനാതന, എത്ര വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. രാമനാമം 2 അക്ഷരമേ ഉള്ളൂ, അല്ലേ? ഇനിയല്ല ഭഗവതിയുടെ ആണെച്ചാലാവാം, ദുർഗ. ഇനിയല്ല കുറച്ചും കൂടി ഗായത്രി ആണെച്ചാൽ ഗായത്രി ആവാം, സുബ്രഹ്മണ്യ സ്വാമിയുടെ ആണെങ്കിൽ അതെടുക്കാം, അയ്യപ്പൻ്റെ ആണെങ്കിൽ അങ്ങനെ ഇല്ല. അവനവൻ്റെ ഇഷ്ടദേവതയുടെ ഏത് പേരെടുത്താലും നമുക്കൊരു പൊരുത്തം നോക്കണ്ട. ഭഗവൻ നാമങ്ങൾ ഏതായാലും ദിവ്യമാണ്. അതിനെ ഭക്തിയോടുകൂടി നിരന്തരം ജപിച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഈ പൊരുത്തം നോക്കാണ്ട് ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് എൻ്റെ ഇഷ്ടദേവതയിൽ കൂടി എനിക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ, അല്ലെങ്കിൽ ചിത്തശുദ്ധി നേടി ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ ഹരിനാരായണായ നമ, അതിന് ഞാൻ അങ്ങേ നമസ്കരിക്കണമെന്നാണ്. അതാണ് ഇതിൽ, അത്രയേ ഉള്ളൂ, അത്രേ പറയാനും ഉള്ളൂ. അപ്പോൾ എള് എന്നുള്ള ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് തുടങ്ങിയത്. എള് അല്ലാണ്ട് എളെന്ന് വെച്ച് വാക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ അക്ഷരമാല അനുസരിച്ച് തുടങ്ങണം എന്ന് വെക്കുമ്പോൾ, ശ്ലോകം തുടങ്ങണം എന്ന് വെക്കുമ്പോൾ നോക്കൂ, ഇങ്ങനെ അല്ലാണ്ട് പറ്റില്ല. അതാണ്. പക്ഷേ അത് ആലോചിച്ച് നോക്കൂ എഴുത്തച്ഛൻ്റെ ഒരു. അപ്പം ഇതൊക്കെ അറിയാം എഴുത്തച്ഛന്, ഈ സിദ്ധാരി കോഷ്ഠവും അതിലത്തെ പൊരുത്തങ്ങളെ പറ്റിയൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ ആ 16 ഖണ്ഡങ്ങളിലത്തെ ഒരു ഖണ്ഡത്തിൽ ഇത് 3 ആണെന്നൊക്കെ അറിയാനുള്ള കാരണം. എന്തൊരു അറിവാണല്ലേ! ഞാനിത് വായിക്കണവരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് തന്നെ നമ്മൾ സാധാരണക്കാർക്കൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ 1-2 വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എള് ജമാതി എന്നങ്ങനെയാണ് അദ്ദേഹം തുടങ്ങാൻ കാരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മോഹം, അതായത് 51 അക്ഷരങ്ങളും വെച്ച് ഓരോ ശ്ലോകം തുടങ്ങണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു, അല്ലേ? അപ്പോൾ നമുക്ക് 22 വായിച്ചിട്ട് ഇനി അടുത്തത് എള് എന്നാണ്, അതിലേക്ക് പോവാട്ടോ. എള് ജമാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലുമിത് അജിതൻ്റെ നാമഗണ മതിനിങ്ങു വേണ്ട ദൃഢം 1,000,000,000 വക തിരുനാമമുള്ളവയിലരുതാത്തതില്ല
ഹരിനാരായണായ നമ. ഏത് നാമം എടുത്ത് ജപിച്ചാലും ഭക്തിയോടുകൂടി നമ്മളുടെ മനസ്സ് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതുണ്ടാവും. അത് ഉറപ്പാണെന്നും കൂടി പറഞ്ഞു അല്ലേ. ഏത് നാമം ഉള്ളവരെടുത്താലും ഒരു പൊരുത്തവും ഒരു ഇതും നോക്കാനില്ല. അതെ, അതിനു മുമ്പ് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഈ 22 കൂടി നാമത്തിൻ്റെ മഹത്വമാണ് പറഞ്ഞതേ. ഇനി ഇങ്ങനെ നാമം ജപിച്ച് ചിത്തശുദ്ധി വന്ന്, അതായത് ഇപ്പോൾ ഒരു ഇഷ്ടദേവതയുടെ നാമത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഇഷ്ടദേവതയെ തന്നെ ഭജിച്ച് മനസ്സിൽ ആ ഇഷ്ടദേവതയാണ് എപ്പോഴും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിലും ആ ഇഷ്ടദേവതയെ കാണാൻ തുടങ്ങും. എല്ലാറ്റിലും ഇഷ്ടദേവതയുടെ സാന്നിധ്യം. കാരണം ഭഗവാൻ സർവ്വവ്യാപിയാണല്ലോ, സർവാന്തര്യാമിയാണല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സ് ചിത്തം ശുദ്ധായി വരുമ്പോൾ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കാണാൻ താന്നും. ഏത് ഇഷ്ടദേവത വെച്ചാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ ഇഷ്ടദേവതയുടെ രൂപം മറഞ്ഞ് ആ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിനെ എല്ലാറ്റിലും കാണാൻ തുടങ്ങും. അപ്പം നമ്മൾ ഒരു ഇഷ്ടദേവതയുടെ നാമത്തിൽ നിന്ന് തുടങ്ങി ചിത്തശുദ്ധി വന്ന് അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് തന്നെ എത്തും. അങ്ങനെ അദ്വൈത സാക്ഷാത്കാരത്തിൽ എത്തണമെങ്കിൽ ഏകാന്ത ഭക്തി ആവണം. ഏകാന്ത ഭക്തി പറഞ്ഞാൽ എന്താ? ഒരേ ഈശ്വരനെ എല്ലാറ്റിലും കാണുക, അല്ലെങ്കിൽ ഒരേ ശക്തി. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണ വെച്ചാൽ, എനിക്കിങ്ങനെ നാമജപം ചെയ്ത് എനിക്ക് ഏകാന്ത ഭക്തി തരണേന്നാണ്. അപ്പം നാമത്തിൻ്റെ മാഹാത്മ്യം കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇങ്ങനെ നാമത്ര മഹാത്മ്യമുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനൊരു നാമം തിരഞ്ഞെടുത്ത് ജപിച്ച് എനിക്ക് ചിത്തശുദ്ധി വന്ന് എനിക്ക് ഏകാന്ത ഭക്തി തന്ന് എനിക്ക് അദ്വൈത സാക്ഷാത്കാരം വേണമെന്ന നിലയിലാണ് പോണത് കേട്ടോ. 23-ാമത്തെ ശ്ലോകം. അപ്പോൾ നമുക്ക് 23 നമുക്ക് ചെല്ലാം. അപ്പോൾ എന്നാണ്. കാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി വീണുടൻ ഇരക്കുന്നു നാഥനോടു ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? കാരമാതി മുതലായിട്ട്, അതായത് പിന്നെ എന്നുള്ള അതൊരു നാമാണ് ശരിക്കും. എന്താ വെച്ചാൽ അതിൽ ഞാൻ 2-3 വ്യാഖ്യാനത്തിൽ ബാലകൃഷ്ണ സാറിൻ്റെ ഡോക്ടർ PC ബാലകൃഷ്ണൻ്റെയും പിന്നെ വേറൊരു അയ്യങ്കാരുടെയൊക്കെ ഇതിൽ വായിച്ചപ്പോൾ ഒക്കെ എന്താ കണ്ടാച്ചാൽ ഈ എന്താണ് കണ്ടാച്ചാൽ ഇത് ദേവിയോ ശിവനെയോ ഒക്കെ പലതും, അതായത് ഒന്നാമത് ഇതിൽ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു വാക്കില്ല. എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു വാക്കില്ല. അതുകൊണ്ട് ആ അക്ഷരത്തിനെ ഇങ്ങോട്ട് ഉപയോഗിച്ചു. എന്നിട്ട് പറയാണ് ആ അക്ഷരം ഒരു നാമാണ്. ആ അക്ഷരത്തിന് ശിവനും ദേവിന്നും അമ്മാന്നും അപ്സരസ് ഇങ്ങനെ പല അർത്ഥമുണ്ട് അത്രേ. അപ്പോൾ ഇവിടെ നമുക്ക് ശിവൻ എടുക്കാം, ദേവി അല്ലേ, പാർവതി ദേവിയോ ദേവിയായിട്ട് എടുക്കാം, അമ്മ പെറ്റമ്മയാവാം, പെറ്റമ്മ എടുക്കാം, അതും എടുക്കാം. അങ്ങനെ ശിവനോ ദേവിന്നോ അമ്മ എന്നുള്ള ഏതർത്ഥം എടുത്താലും ഇവിടെ ഉചിതമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ കാരമാതി മുതലായിട്ട് എന്നത്, അതായത് എന്നുള്ള പിന്നെ എന്താ പറയുക എന്നതിൽ തുടങ്ങി ഇഹ ഞാനും ഇവിടെ ഞാൻ നാഥനോട്, മീൻസ് ഏത് ഇഷ്ടദേവത വെച്ചാൽ ഭഗവാനോട് അല്ലെങ്കിൽ ഇഷ്ടദേവതയോട് കൈകൂപ്പി വീണുടൻ, അതായത് ഞാൻ തൊഴുത് നമസ്കരിച്ച്, ഇതൊക്കെ എല്ലാവർക്കും അർത്ഥം അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇരക്കുന്നു. ഞാൻ ഭഗവാനോട് കൈകൂപ്പി തൊഴുത് നമസ്കരിച്ച ഒരു കാര്യം യാചിക്കുന്നു. ഞാൻ ഇരക്കുന്നു പറഞ്ഞാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കണു. എന്താ? എനിക്ക് ഏകാന്ത ഭക്തി, അതായത് അനന്യഭക്തി, മറ്റൊരു ചിന്തയ്ക്ക് ഇടം കൊടുക്കാത്ത ഭക്തി, അല്ലെങ്കിൽ ഒരേ ഈശ്വര ശക്തിയെ എല്ലാറ്റിലും കാണാൻ കഴിവുള്ള ഭക്തി, അതാണ് ഏകാന്ത ഭക്തി. അത് അകമേ വന്നുദിക്കുന്നതിന് ഞാൻ ഈ എന്നുള്ള ആകാരത്തിലൊക്കെ തുടങ്ങി ഞാൻ എന്താ ഇപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ഏകാന്ത ഭക്തി മനസ്സിൽ ഉദിച്ച് വർദ്ധിച്ച് നിറയണമെന്ന്. അകമേ വന്നുദിക്കുന്നതിന് ആ ഭക്തി ആദ്യം ഉദിക്കണം, എന്നിട്ട് ഇത് വർദ്ധിക്കണം, എന്നിട്ട് എൻ്റെ മനസ്സ് മുഴുവൻ ഭക്തി കൊണ്ട് നിറയണം.
എന്നാലല്ലേ സാക്ഷാത്കാരം കിട്ടുള്ളൂ. അപ്പോൾ അതിനെന്താ വൈകുന്നത്? എന്താണ് ഇത്ര താമസം എന്നോട് കരുണ കാണിക്കാൻ? അങ്ങനെ വേഗം എന്നിൽ കരുണ കാണിച്ച് എൻ്റെ മനസ്സിൽ ഈ നാമജപം കൊണ്ട് ഏകാന്ത ഭക്തി ദൃഢമായിട്ട് എനിക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ ഹരിനാരായണായ നമഃ എന്നാണ്. അതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ശരിക്കും എളി എന്നുള്ള വാക്ക് നമ്മളൊരു ദേവിയുടെയോ ശിവൻ്റെയോ ആണെന്ന് അത് വളരെ ഏകാന്ത ഭക്തിക്കായിട്ട് ശിവനെയോ ദേവിയോ ഇനിയിപ്പോൾ ഈവൻ പെറ്റമ്മയെ പ്രാർത്ഥിക്കുകയാണെന്ന് എടുത്താൽ വളരെ ഉചിതമാണല്ലോ. ശിവനും ദേവി എടുക്കാം നമുക്ക്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കൃഷ്ണനായ വിരോധമൊന്നുമില്ല, എളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഈ എളെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കൃഷ്ണനായാലും വേണ്ടില്ല, രാമനായാലും വേണ്ടില്ല, സുബ്രഹ്മണ്യ സ്വാമി ആയാലും വേണ്ടില്ല, അയ്യപ്പ സ്വാമി ആയാലും ആരായാലും വേണ്ടില്ല. പക്ഷെ ഇവിടെ ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ, അല്ലെ ഒരു അക്ഷരം ഉപയോഗിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ശിവൻ ദേവിയും നമുക്ക് എടുക്കാം, അർത്ഥം പറയാനെന്ന് മാത്രം. അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ അർത്ഥം ഇഷ്ടദേവത എന്നാണ്. ഇഷ്ടദേവതയോടാണ് യാചിക്കണേ. എന്ത്? എനിക്ക് ഏകാന്ത ഭക്തി നൽകണേ എന്ന് ഇഷ്ടദേവതയോട് യാചിക്കണം. അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ നോക്കൂ, പിന്നെ കൈകൂപ്പി വീണുടൻ എന്ന് പറഞ്ഞില്ലേ, നമ്മളിതിന് മുമ്പും പറഞ്ഞുല്ലോ. എന്ത്? ആത്മനിവേദനം ആണ് ശരിക്കും നമസ്കാരേ. അവനവനെ തന്നെ ഭഗവാന് നിവേദിക്കുകയാണ് നമ്മൾ. അതാണല്ലോ നമസ്കാരം. അതുകൊണ്ടാണല്ലോ അതിലും വലിയ വന്ദനം ഇല്ല എന്നും പറയണേ. അപ്പം ആത്മനിവേദനമാണ് ആര് ചെയ്തത്? മഹാബലി അല്ലേ? ഈ എന്താ പറയുക, പ്രഹ്ലാദൻ്റെ നവവിധ ഭക്തിയിലെ, പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറഞ്ഞ നവവിധ ഭക്തിയിലെ ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഏറ്റവും അവസാനത്തെ ആത്മനിവേദനം എന്ന് വെച്ചാൽ അവനവനെ തന്നെ സമർപ്പിക്കുക. അതാണല്ലോ മഹാബലി ചെയ്തത്. അപ്പം ഇവിടെ കൈകൂപ്പി വീണു എന്ന് പറഞ്ഞു. മീൻസ് ഞാൻ അന്യാശ്രയം എനിക്കില്ല എന്നുള്ള നല്ല ബോധത്തോടുകൂടി അങ്ങയുടെ കാൽക്കൽ ഞാൻ വീണു. അതാണ് ഞാൻ ആത്മനിവേദനം ചെയ്ത് നമസ്കരിക്കുകയാണ്. അങ്ങനെ ഞാൻ കൈകൂപ്പി വീണിട്ട് ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. എന്ത്? ഇഷ്ടദേവതയുടെ പ്രാർത്ഥനയിൽ തുടങ്ങി എന്നെ, അതായത് ഇഷ്ടദേവതയുടെ ഒരു നാമം, അതാണല്ലോ മുമ്പ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇഷ്ടദേവതയുടെ പ്രാർത്ഥനയിൽ തുടങ്ങി പതുക്കെ ഞാൻ ഏകാന്ത ഭക്തിയായിട്ട്, എനിക്ക് ഏകാന്ത ഭക്തി ദൃഢമായി വന്ന് എല്ലാറ്റിലും ആ ദേവതയെ കണ്ട് അതല്ലാതെ മറ്റൊരു ശക്തിയില്ലെന്ന് അറിഞ്ഞ് അത് ബോധ്യമായിട്ട് പതുക്കെ അദ്വൈത സാക്ഷാത്കാരം തന്നെ എനിക്ക് നൽകണേ. അതായത് ഏകാന്ത ഭക്തി ഉറച്ചാൽ പിന്നെ എല്ലാവരും സർവത്ര ഈശ്വരമയായിട്ട് കാണും. അതിനെന്താ താമസം എന്നാണ്. അത് വേഗം ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ വേഗം, ആ അവസ്ഥയിലേക്ക് നീങ്ങാൻ എന്നെ അനുഗ്രഹിക്കൂ. അതിനെന്താ അത്ര താമസം എന്നാണ് ചോദിക്കണത്. അപ്പോൾ ഏകാന്തഭക്തി ഉറക്കി വേണ്ടു. ഏകാന്തഭക്തി ഉറച്ചാൽ സർവത്ര ഈശ്വരമയായി. ഏത്? ഈശാവാസ്യമിതം സർവം. പിന്നെയോ സ്ഥലേ വിഷ്ണു, അല്ലേ, ജലേ വിഷ്ണു, സർവം വിഷ്ണുമയം. അതായി. പിന്നെ അപ്പം പിന്നെന്താ? വേറൊരു കാര്യം കാണില്ലേ. അതാണല്ലോ അദ്വൈത സാക്ഷാത്കാരം. ഒരേ ഒരു ശക്തിയുള്ളൂ, ആ ശക്തി അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് അനുഭവാവൽ തന്നെയാണ് അദ്വൈത സാക്ഷാത്കാരം. അറിയലല്ല കേട്ടോ, അനുഭവാവൽ തന്നെയാണ് എന്ത്? അദ്വൈത സാക്ഷാത്കാരം. അപ്പോൾ ഇതിൽ പറയണത് ദേവിയോടോ ശിവനോടോ എന്നാണ്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മൾ എളുന്ന അതിനർത്ഥം എടുക്കുക വെച്ചാൽ അങ്ങനെ പറയാം. ഞാൻ ആ ദേവിയോടോ ശിവനോടോ, അല്ലെങ്കിൽ ഞാൻ ഏത് ഇഷ്ടദേവതയാണ് ഞാൻ ഇതുവരെ നാമം ചൊല്ലി പ്രാക്ടീസ് ചെയ്തത്, ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കണത്, ആ ഇഷ്ടദേവതയോട് ഞാൻ, ഇപ്പം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണ, ഞാൻ പിന്നെ എന്താണ്, അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് പറഞ്ഞ് ഞാനിതാ കാൽക്കൽ വീണു. അല്ലെങ്കിൽ രാമനാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഞാൻ കാൽക്കൽ വീണ് കൈകൂപ്പി വീണു. എന്തിന്? ഏകാന്ത ഭക്തി എൻ്റെ ഉള്ളിൽ ഉദിച്ച് വർദ്ധിച്ച് നിറഞ്ഞ് എനിക്ക് ആ ഒരു ശക്തി അല്ലാതെ ഇവിടെ യാതൊന്നുമില്ല എന്ന് അറിഞ്ഞ് ബോധിച്ച് എനിക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ എന്നെ അനുഗ്രഹിക്കൂ ഹരിനാരായണായ നമഃ എന്നാണ്. അതെത്ര അപ്പം എത്ര പിന്നെ എത്ര സാമർഥ്യത്തോടു കൂടിയിട്ട് ഇത്ര വിഷമമുള്ള രണ്ടക്ഷരം
എന്നൊക്കെ ഒരു ആക്കുക തുടങ്ങണില്ല അല്ലേ, എന്നിട്ടും എത്ര നന്നായി അത് ഉപയോഗിച്ചു. പിന്നെ എന്താണ് അതിനു മുമ്പ് അതെ അല്ലേ. അപ്പം ഇതിലിപ്പോൾ എന്നൊരു വാക്കില്ലാത്തതുകൊണ്ട് അതിനൊരർത്ഥം ഉണ്ടല്ലോ ദേവീന്ന്, അതുകൊണ്ട് ആ ദേവിയെ ശിവനെ നമസ്കരിക്കാൻ നമുക്ക് എടുക്കാമെന്ന് മാത്രം. അങ്ങനെ അപ്പോൾ ഏകാന്ത ഭക്തി തരണേന്നാണ്. പിന്നെന്താ പറയുക, ഭാഗവതത്തിൽ പ്രത്യേകം എപ്പോഴും അത് പറയണത് അതാണ്. എന്താ ഭാഗവതധർമ്മം എന്ന് നമ്മളിതിനു മുമ്പൊന്ന് ഞാൻ ഏതിലോ ഒന്നിൽ പറഞ്ഞതുകൊണ്ട്, ഭാഗവതധർമ്മം എന്താ വെച്ചാൽ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഇപ്പം ചെയ്യണതൊക്കെ ചെയ്യാം, പക്ഷേ എല്ലാം ഫലാപേക്ഷ ഇല്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അതൊന്ന്. പിന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രതിഹത ആത്മാ സംപ്രസീദതി എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒറ്റ കാര്യം ചെയ്യണം, ഭഗവാനിൽ ഏകാന്ത ഭക്തി നമുക്കുണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാ ധർമ്മങ്ങളും എല്ലാ പ്രവൃത്തികളും ഭാഗവതധർമ്മമാണ്. ഈ ഉപാസകന് ഭഗവാനിൽ ഏകാന്ത ഭക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാതും ഭാഗവതധർമ്മം. അതാണ് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജ. അഥോക്ഷജനിൽ മീൻസ് ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ സഹായിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ഭാഗവതധർമ്മമായിട്ട് കണക്കാക്കാൻ പറ്റൂ. ഏതൊക്കെ പ്രവൃത്തിയാണ് നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റണത്, അതൊന്നും ഭാഗവതധർമ്മമല്ല. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഭഗവാനോട് അടുക്കാൻ സഹായിക്കുന്നത്, അതൊക്കെ ഭാഗവതധർമ്മം. അപ്പോൾ നമുക്ക് ഏകാന്ത ഭക്തി വേണമെങ്കിൽ, ഈ ഏകാന്ത ഭക്തി ഉറയ്ക്കണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ മാത്രമേ ചെയ്യാവൂ. ഈശ്വരന് നമ്മളെ അകറ്റുന്നതൊന്നും നമ്മൾ ചെയ്യാതെ നോക്കണം. എന്നാലേ നമ്മൾ ഏകാന്ത ഭക്തി കുറേശ്ശെ കൂടി, അതായത് സാധാരണ ഭക്തി കൂടി വരുമ്പോഴാണല്ലോ ഏകാന്ത ഭക്തി ഉദിച്ച് അതിങ്ങനെ അതന്നെ ഈശ്വരന് നമ്മളെ അകലാൻ സമ്മതിക്കാണ്ടേ ആകുമ്പോൾ അത് വർദ്ധിച്ച് അത് ഏകാന്ത ഭക്തിയായി തീരും. അതാണ് ഇതിൽ പിന്നെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് ഏകാന്ത ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇഷ്ടദേവതയോട്, ആരായാലും ഇഷ്ടദേവത. കാരണം അത് നമ്മളെ അദ്വൈത സാക്ഷാത്കാരം നമുക്ക്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നമുക്ക് നൽകും. അതാണല്ലോ. ഇനി ഞാൻ 23 വായിച്ച് ഇവിടെ നിർത്താം. അപ്പോൾ 22 23 അപ്പോൾ ഈ സെഷനിൽ എളുകാരമാതി മുതലായിട്ടു ഞാനുമിഹ കൈകൂപ്പി ഉടനിരക്കുന്നു നാഥനൊടു ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമഃ. നമുക്കും എല്ലാവർക്കും അനന്യഭക്തി, ഏകാന്ത ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.